ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എൻ്റെ സുഹൃത്ത് എന്നെ ഇന്നലെ വിളിക്കുകയുണ്ടായി. അവൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ അവൻ്റെ യൂട്യൂബ് ഒക്കെ പല സെറ്റിങ്സും ഫോണിലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്നെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ അപ്പം തന്നെ അത് സോൾവ് ചെയ്ത് കൊടുത്തു. ആ ഒരു സംഭവം കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവരുടെ ഫോണിലും ഇങ്ങനെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ വീഡിയോസും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു അവൻ്റെ പ്രശ്നവും. ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുന്നു. നമുക്കിത് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മളെ പ്രൊഫൈലിൽ പോവാം. എന്നിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് ജനറൽ സെറ്റിങ്സിൽ നമുക്ക് വേണ്ടത് ജനറൽ സെറ്റിംഗ് ആണ്. അതിൻ്റെ അകത്ത് 5ാമത്തെ ഓപ്ഷനായ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. പ്ലേ ബാക്ക് ഇൻ സ്പീഡ് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾവേസ് ഓൺ, വൈഫൈ ഓൺലി, ഓഫ്. അത് നമുക്കറിയാം. ഓൾവേസ് ഓൺ എന്ന് പറഞ്ഞാൽ മിക്ക സമയങ്ങളിലും വൈഫൈ ഉള്ള സമയത്താണെങ്കിൽ ആ സമയത്ത് ഓൺ ആവും. അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് ഓഫ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നേരത്തെ കണ്ടതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആകുന്ന ആ ഒരു പ്രശ്നം ഒന്ന് മാറി കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ ആ ഒരു സംഭവമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നില്ല. നമ്മൾ അഥവാ പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് പ്ലേ ആകാൻ സാധിക്കുള്ളൂ. നമുക്കൊരു വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടില്ലേ? ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ മാത്രമേ ആ വീഡിയോ പ്ലേ ആവുള്ളൂ. ആ ഓട്ടോമാറ്റിക് പ്ലേ ആകുന്ന ആ പ്രശ്നം മാറിക്കിട്ടും.